മലയാളത്തിലെ തെറിച്ച അല്ലെങ്കിൽ നിഷേധിയായിട്ടുള്ള അലസനായ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രതിനിധിയായിട്ടാണ് സുകുമാരൻ കടന്നു വരുന്നത്. അത് എം ഡി എന്ന അതുല്യ പ്രതിഭാശാലിയെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത, അദ്ദേഹം തന്നെ നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിലൂടെയാണ് സുകുമാരൻ മലയാള സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് സുകുമാരൻ്റെ അമ്മാവനും ഓമനക്കുട്ടൻ എന്ന് പറയും. ഈ ഓമനക്കുട്ടൻ നേരത്തെ തന്നെ മദ്രാസിൽ ഉണ്ടായിരുന്നു. വളരെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിരുന്നു. എല്ലാ സിനിമാക്കാർക്കും വലിയ സഹായിയായിരുന്നു. ചെറിയ ചെറിയ പ്രൊഡ്യൂസർമാരെ സഹായിക്കുക, സാമ്പത്തിക സഹായം ചെയ്യുക. അങ്ങനെ ഈ നിർമാല്യത്തിലും എം ഡി കിങ്ങിൻ്റെ സിനിമ സംവിധാനം ചെയ്യണം എന്നൊരാഗ്രഹം വന്നപ്പോൾ ഓമനക്കുട്ടനാണ് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നത്. അവർ തമ്മിൽ നേരത്തെ സുഹൃത്തുക്കളുമായിരുന്നു, ഒരേ നാട്ടുകാരാണ് അവർ. അങ്ങനെയാണ് ഓമനക്കുട്ടൻ്റെ സഹോദരിയുടെ മകനായ സുകുമാരൻ, അദ്ദേഹം അന്ന് MA ഒക്കെ പാസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അധ്യാപന ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഈ തൻ്റെ അനന്തരവൻ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പറയും. ഇച്ചിരി ഒരു റോളുണ്ടായിരുന്നു. PG ആൻ്റണിയുടെ മകൻ്റെ റോളാണ്. നിഷേധിയായ മാമൂലുകൾ നിഷേധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ റോള്. അങ്ങനെ ആ വിഷം കൊടുക്കാൻ നേറ്റ. പക്ഷേ ഈ തിരക്കഥ ചർച്ചയിലും എല്ലാം സുകുമാരനും കൂടെ ഉണ്ടായിരുന്നുണ്ട്. ആ കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പുതിയ നടൻ്റെ പതർച്ചയൊന്നും നമുക്ക് ആ ചിത്രത്തിൽ നമുക്ക് സുകുമാരൻ നടൻ്റെ അഭിനയത്തിൽ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 73 ആദ്യമായിട്ട് നിർമാല്യം റിലീസാണ്, നവംബറിൽ. അന്ന് മലയാളത്തിൽ. അപ്പോൾ സോമൻ ആ സമയത്ത് ഗായത്രി കൂടെ വന്ന്, അതിനുശേഷം ഈ സോമനും സുകുമാരനും ഒരേ കാലഘട്ടത്തിൽ കയറി വന്ന് ഒരേപോലെ പ്രോജ്വലിച്ച 2 നായക നടന്മാരാണ്. അപ്പോൾ അത് നമ്മുടെ സിനിമയിലെ 3ാം തലമുറയാണത്. സത്യൻ, പ്രേം നസീർ, മധു, അത് കഴിഞ്ഞ് വിൻസെൻ്റ്, രാഘവൻ, അത് കഴിഞ്ഞിട്ടാണ് 3ാം തലമുറയാണ് സോമൻ, സുകുമാരൻ. അപ്പോൾ ഒന്ന് മലയാള സിനിമ ഏകദേശം ഈ മധ്യവർത്തി സിനിമയുടെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ സോമനും സുകുമാരനും. അഭിനയത്തിൻ്റെ നാടകീയതയൊക്കെ മാറി അയക്നലളിതമായ സംഭാഷണങ്ങളും നാടൻ ശൈലികളും അങ്ങനെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള പരുക്കൻ കഥാപാത്രങ്ങൾ ഒരുപാട് പ്രത്യക്ഷപ്പെട്ട, നിഷേധം അല്ലെങ്കിൽ തൻ്റെ ഇടം അല്ലെങ്കിൽ ഈ അസ്തിത്വത്തെ തേടുന്ന കുറേ കഥാപാത്രങ്ങളൊക്കെ ഉള്ള ആധുനിക എഴുത്തുകാർ വരികയും മലയാള സിനിമയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് സുകുമാരൻ്റെ കടന്നുവരവ്. സുകുമാരനെ അക്കാലത്ത് ഡയലോഗ് വീരൻ എന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ ഒരു പേജ് നീളമുള്ള ഡയലോഗ് പോലും സുകുമാരൻ നിഷ്പ്രയാസം പഠിച്ച് മനഃപ്പാടമാക്കി പറയും. ഒരു ഡബ്ബിങ് കണ്ട ആൾക്കാർ പറയും, ഇത് എങ്ങനെയാണ് നടൻ ഡബ്ബ് ചെയ്യുന്നത്, പലപ്പോഴും അന്തം വിട്ടുപോയിട്ടുണ്ട്. പേജുകൾ നീളമായ ഡയലോഗുകളൊക്കെ ഒറ്റ നോട്ടം വായിക്കുക, സ്ക്രീനിൽ നോക്കി അങ്ങ് ഡബ്ബ്. അത് നല്ല മോഡുലേഷനിൽ. അപ്പോൾ MD ഈ സിനിമ റിലീസാവാനായിട്ട്, അപ്പോൾ അത് അന്ന് ഇവിടെയുള്ള നമ്മുടെ അത് പരസ്യം ചെയ്യുന്ന അന്നത്തെ SA നായരാണ്.
എസ് എ നായർ എന്ന് വെച്ചാൽ എല്ലാ മലയാള സിനിമയുടെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നതും പത്രങ്ങൾക്കുള്ള പരസ്യമൊക്കെ ചെയ്തു കൊടുത്തത് എസ് എ നായർ എന്നൊരാളാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ ഡേവിഡ് സാറുണ്ട്. ഡേവിഡ് സാറിൻ്റെ കയ്യിലാണ് ഡേവിഡ് സാറോട് ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ ഈ ഇവിടുന്ന് എടുത്ത ഫോട്ടോസും നെഗറ്റീവ്സും സ്റ്റിൽ ഫോട്ടോയുടെ ഡേവിഡ് സാറല്ല ഫോട്ടോ എടുത്ത് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ആരുമാണ് എടുത്തത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അന്ന് ആർ കെ നായരാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. വളരെ ചെലവ് ചുരുക്കിയെടുത്തൊരു പടമായിരുന്നു. എം ഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നാളത്തെ ചെലവിനുള്ള പൈസ കണ്ടെത്താൻ ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഏതെങ്കിലും ഒരാളുടെ നിന്ന് ആ ദിവസത്തേക്കുള്ള പൈസ കടം മേടിച്ച് ആ പടം ചിത്രീകരിച്ചതൊക്കെ. രവി മേനോൻ, സുമിത്ര. രവി മേനോൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന അയാളാണ് നായകൻ, അമ്പലത്തിലെ പൂജാരിയായിട്ട്. പിന്നെ കവിയുറുപ്പനോ, പി ജി ആൻ്റണി അല്ല, ശങ്കരാടിയാണ് ആദ്യ റോള് പഠിച്ചപ്പാടിൻ്റെ റോൾ അഭിനയിക്കാൻ വെച്ചത്. പക്ഷേ ശങ്കരാടിക്ക് തന്നെ തോന്നി തൻ്റെ ആകാരം കൊണ്ട് ശരിയല്ല, തൻ്റെ സുഹൃത്താണ് പി ജി ആൻ്റണിയെ എം ഡിയോട് പറയുന്നത് ശങ്കരാടിയാണ്. ശങ്കരാടിക്ക് അതേ റോളുണ്ട്. അങ്ങനെ ആ സിനിമ അപ്പോൾ ഈ പരസ്യം ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡേവിഡ് സാറിനെ ഡേവിഡ് പറഞ്ഞു, ഡേവിഡ് ഈ പരസ്യത്തിനുള്ള ഫോട്ടോ എല്ലാം ഡെവലപ്പ് ചെയ്ത് അത് എസ് എ നായർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ എം ഡി വിളിച്ച് പറഞ്ഞു. ആർ കെ നായരും അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് സുഖം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡേവിഡ് സാറാണെന്ന് അറിഞ്ഞിട്ട് സുകുമാരൻ രവിമേനോട് കാണാൻ ചെന്ന് പറഞ്ഞു, ഞങ്ങളിതിൽ 2 പുതിയ നടന്മാരാണ്, ഞങ്ങൾക്ക് വേണ്ട പ്രശസ്തി ഞങ്ങളുടെ പടം കൂടെ പോസ്റ്റർ ഉൾപ്പെടുത്താൻ സഹായിക്കണം എന്ന് ഡേവിഡ് സാറിനോട് അവർ ചെന്ന് പറഞ്ഞൊരു കഥ ഡേവിഡ് സാറ് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ അത് ഏതായാലും ആ സമയത്ത് ചെറിയ പടങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെല്ലാം കൊടുത്ത് പരസ്യത്തിലൊക്കെ വന്നു. ഇതിൽ സുകുമാരന് നല്ല പേരായെങ്കിൽ പിന്നെ കുറേ ഗ്യാപ്പ് വരുവാണ്. പിന്നീടാണ് ലക്ഷ്മി വിജയൻ എന്നൊരു പടം, അത് കെ പി കുമാറിൻ്റെ ഒരു പടമാണ്. വിഷ്ണു വിജയത്തിന് ശേഷം ലക്ഷ്മി വിജയൻ എന്നൊരു പടം വന്നപ്പോൾ ആ പേരിൽ കുറച്ച് ആൾക്കാർ കയറിയെങ്കിലും അതൊന്നും വലിയതായിട്ട് വിജയം കൊണ്ടില്ല. പിന്നീടാണ് ബേബി എന്നൊരു ഡയറക്ടർ ശംഖുഷ്പം എന്ന പടം എടുക്കുന്നത്. അപ്പോൾ ബേബിയുടെ അടുത്ത സുഹൃത്താണ് വിജയൻ അങ്ങനെ ഒരു വിധം ക്ലച്ച് പിടിച്ച് കയറി വരുമ്പോഴാണ് ഈ പടത്തിൽ വിജയനെ കാസ്റ്റ്. അപ്പം ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ്, അന്ന് ഡിസ്ട്രിബ്യൂട്ടറാണ് എല്ലാം തീരുമാനിക്കുന്നത്, ആര് അഭിനയിക്കണം, ആര് ക്യാമറ ചെയ്യുന്നു. അവർക്ക് ആ ടൈറ്റിൽ ഇട്ടാൽ ആ പടത്തിന് ആൾ കയറണം, അല്ല പടത്തിൻ്റെ ഉള്ളടക്കമൊന്നും ആർക്കും അറിയണ്ട. അന്ന് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വിജയന് വെച്ചിരുന്ന റോള് വിജയൻ അഭിനയിച്ചാൽ പടം ഓടത്തില്ല എന്ന് വിതരണക്കാരൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ പുതിയ നടനെ തിരക്കും. അപ്പോഴാണ് പറയുന്നത് സുരാസു വന്നത്. ഇങ്ങനെ അതിൻ്റെ തിരക്കഥകർത്ത് സുരാസുവാണ് പറയുന്നത്, സുകുമാരൻ എന്ന നടനുണ്ട്, നിർമ്മാലയത്തിൽ അഭിനയിച്ചാണ്, പിന്നെ കയറി വരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ശംഖുപുഷ്പ സിനിമ അത് അഭിനയിച്ചു. അത് സുകുമാരൻ്റെ തലവരെ ആകെ മാറ്റി. മലയാളത്തിലെ തിരക്കുള്ള ഒരു നടനായിട്ട് സുകുമാരൻ മാറി. പിന്നെ നമ്മൾ ഒരുപാട് സിനിമ നമ്മൾ എടുക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ എം ഡിയുടെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ. ബന്ധനം, എം ഡി ഡയറക്ടർ ബന്ധനത്തിൽ സുകുമാരനാണ് നായകൻ. അതിൽ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി. പിന്നെ എം ഡി തന്നെ എഴുതി എം ഡിയുടെ ഒരുപാട് കഥാപാത്രങ്ങളെ സുകുമാരൻ അവതരിപ്പിക്കാൻ കിട്ടിയെന്നുള്ളതാണ് സുകുമാരൻ്റെ വളർച്ചയിൽ ഒരു പ്രധാന ഘടകം. എം ഡിയുടെ മാത്രമല്ല, ആ സമയത്തുള്ള നവ സിനിമാ സംവിധായകരായ ബാലചന്ദ്രമേനോൻ, മോഹൻ എന്നുള്ള കെ ജി ജോർജിൻ്റെ ഒരു സിനിമ തന്നെ നിർമ്മിച്ചത് സുകുമാരനാണ്, ഇരകൾ എന്നൊരു സിനിമ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന കൂടെ അദ്ദേഹത്തിന് നവങ്ങളായ പ്രത്യേക പാതകൾ പരീക്ഷിക്കുന്ന സുകുമാരൻ ഇഷ്ടമായിരുന്നു. തൻ്റെ കഥാപാത്രങ്ങൾക്ക് അതുവരുന്ന ഭാവം കൊടുത്തിരുന്നു. ബാലചന്ദ്രമേനോൻ്റെ കലിക, അത് വളരെ സവിശേഷമായ മോഹനചന്ദ്രൻ്റെ കലിക എന്ന നോവലാണ്. ഈ കലികയിലെ പ്രധാന കഥാപാത്രം കലിക എന്ന മന്ത്രവാദിനിയാണ്. ഹൈക്കമ്മീഷണറായിരുന്ന മോഹനചന്ദ്രൻ നോവൽ കുങ്കുമത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അങ്ങനെ കുങ്കുമം കൃഷ്ണസ്വാമി റെഡ്ഡിയാർ നോവൽ വിലക്ക് മേടിക്കുകയും രാധ എന്ന പെൺകുട്ടിയിലൂടെ നാനായിലേക്ക് കയറി വരികയും നാനായുടെ സംവിധാനമായിട്ട് മാറുകയും അടുത്ത പടമായിരുന്നു കലികയിൽ. അപ്പോൾ ഷീലയുടെ ഡേറ്റൊക്കെ ഇവർ കുറേ വാങ്ങിച്ചു വെച്ചിരുന്നു. ഷീലയാണല്ലോ മെയിൻ റോള്. പക്ഷേ ബാലേന്ദ്ര മേനോൻ സാർ തിരക്കഥ രൂപത്തിലൊക്കെ ആക്കി വന്നപ്പോഴത്തേക്ക് അത് ജോസഫ് എന്ന സുകുമാരൻ്റെ ക്യാരക്ടറിൻ്റെ ആംഗിളിലായിട്ട് മാറി. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ്. കലികയുടെ പ്രാധാന്യം കുറഞ്ഞു. അത് പ്രൊഡ്യൂസർമാർ ഇവരും തമ്മിലുള്ള ചില ആശയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുക, അത് പിന്നെ വേറെ കഥ, അത് നമ്മളെ കടക്കും. പക്ഷേ കലിക സുകുമാരൻ്റെ ചലച്ചിത്ര ദൈവത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയത്. അതിൽ ആ കലികയെ ആദ്യം കാണാൻ പറ്റുന്ന സീൻ തന്നെ ഉണ്ട്. കുട്ടീന്ന് വിളിക്കുമ്പോൾ ആ കുട്ടിയെന്ന് പുച്ഛിച്ചള്ളിക്കൊണ്ട് ഒരു കൗണ്ടർ ഡയലോഗ് വിടുന്ന ഒരു കുട്ടിയെ എനിക്കുണ്ടാക്കാൻ കഴിയുമെന്നുള്ള അർത്ഥത്തിൽ ധ്വനിപ്പിക്കുന്ന ആ സുകുമാരൻ്റെ ഡയലോഗ് ഇന്നും ജനം മറക്കത്തില്ല. കലികയിലൂടെയും അതുപോലെ അണിയാത്ത വളകൾ,
ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമകളിലൂടെ സുകുമാരൻ വേറൊരു മുഖം, കോളേജ് ഹീറോ ആയിട്ട് ഒരുപാട് ജനങ്ങൾ അണിയാത്ത വളകൾ, അങ്ങനെ ചെറുപ്പക്കാരുടെ മൊത്തം ജനശ്രദ്ധ പിടിക്കുന്ന ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമകളിലൂടെ കഴിഞ്ഞു. അന്ന് ഈ മമ്മൂട്ടിയൊക്കെ കടന്നു വരുന്ന സമയത്ത് സുകുമാരൻ്റെ ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്തുവെന്ന് പത്രങ്ങൾ എഴുതിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ചെറുപ്പക്കാർ മൊത്തം സുകുമാരൻ്റെ ഡയലോഗിൽ ആകർഷണനായി അതേ മോഡുലേഷനിൽ സംസാരിക്കുന്ന ഒരു തലമുറ തന്നെ അന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ സത്രത്തിലൊരു രാത്രി ശങ്കരൻ നായർ സാർ സംവിധാനം ചെയ്ത പത്മരാജൻ്റെ അമൃതയെ തന്നൊരു കഥയായിരുന്നു. അതിലെയും തൻ്റെ അടിയായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് അതും വളരെയധികം വിജയിച്ചു. പിന്നെ വളർത്തു മൃഗങ്ങൾ ഹരിഹരൻ സംവിധാനം ചെയ്ത് അത് MTയുടേതായിരുന്നു. ഇങ്ങനെ മലയാളത്തിലെ പ്രത്യേക ഒരു മധ്യവർത്തി സിനിമകളിൽ നായകനായിട്ട് ഉയരുകയും അതുകൂടെ തന്നെ കൊമേഴ്ഷ്യൽ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഒരു സിനിമയെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ ആ കഥാപാത്രം പ്രത്യേക രൂപമാതൃക സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ശ്രീകുമാരൻ തമ്പി സാറ് സംവിധാനം ചെയ്ത ജയൻ നായകനായിട്ട് അഭിനയിച്ച ഏതോ ഒരു സ്വപ്നം. അതിൽ ദിവാകരൻ നേർന്ന കഥാപാത്രമാണ് സുകുമാരൻ ചെയ്തത്. ആ കഥാപാത്രം ഇങ്ങനെ ഒരു ആശ്രമത്തിൽ വരികയും ഷീലയുമായിട്ട് പ്രണയത്തിലാകും, ഷീലയെ നോക്കി കണ്ണിറുക്കുകയും ചെയ്യുന്ന സീനുകളൊക്കെ വളരെ നല്ല രീതിയിൽ അത് എഴുതുന്നത്. ഏതോ ഒരു സ്വപ്നത്തിലെ ഏറ്റവും നല്ല അത്യാകർഷക കഥാപാത്രമായിരുന്നു സുകുമാരനും ഷീലയും ചെയ്ത കഥാപാത്രം. സുകുമാരൻ ആ സമയത്ത് മല്ലികയുമായിട്ട് അടുക്കുകയും മല്ലിക ജഗതി ശ്രീകുമാരൻ്റെ ഭാര്യയായിരുന്നു. അവർ ഡൈവോഴ്സ് ചെയ്ത് സുകുമാരൻ തൻ്റെ ഭാര്യയെ മല്ലികയെ പ്രേമിച്ച് പത്നിയാക്കുകയും ചെയ്ത കഥയൊക്കെ എല്ലാവർക്കും അറിയുന്ന, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ബാലേന്ദ്ര മേനോൻ, മോഹൻ, ശാലിനി എൻ്റെ കൂട്ടുകാരി, അതിലെ കഥാപാത്രം അതും ആരും മറക്കാതെ, അതും കോളേജ് ക്യാമ്പസിൽ ഒരുപാട് ജനപ്രീതി അറിയിച്ച ഒരു സിനിമ ശാലിനി എൻ്റെ കൂട്ടുകാരി. അതിലെ പാട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നിൻതുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ. അങ്ങനെ സുകുമാരൻ അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു റോൾ മോഡലായിട്ട് മാറി. അടുത്ത ലക്കത്തിലേക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥകൾ പറയാം.